നമ്മുടെ കൂടെ ഇപ്പോൾ നിയുക്ത മന്ത്രി KM ഷാജിയാണ്. എന്ത് തോന്നുന്നു, ഇങ്ങനെ ഒരു പുതുമുഖമാണല്ലോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ പുതുമുഖം എന്ന് പറയുന്നത് ഓരോ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമാണ്. അങ്ങനെ ഒരു പുതുമുഖം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോയെന്ന് എനിക്കറിയില്ല. കുറേ കൂടെ ഇതൊരു ജോയിൻറ്റ് വർക്കാണ്. നമ്മളുടെ ഒരു അഡ്മിനിസ്ട്രേഷനിലേക്ക് നമ്മൾ മാറുകയാണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ 10 വർഷം MLA ആയിരുന്ന ആളാണ്, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ്. അങ്ങനെ ഒരു ഭയങ്കര ഇതില്ല. പക്ഷേ ഒരു ഉത്തരവാദിത്ത ബോധവും നമുക്കൊരു വലിയ ആശങ്കയാണ്. ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ളൊരു ആശങ്കകൾ എന്തായാലും ഉണ്ട്. അതെങ്ങനെയാണ് ആശങ്ക എന്ന് പറയാൻ പറ്റും? ഒരു ചുമതല ഏൽക്കുകയല്ലേ, അത് വളരെ താങ്കളെ പോലെ അത്രയും നന്നായി MLA ആയിരുന്ന സമയത്ത് നന്നായി ശോഭിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് മന്ത്രി എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതൊരു വലിയ അനുഭവ പരിചയം വലിയ രീതിയിൽ തന്നെ ഉപകരിക്കില്ലേ? നമ്മളുടെ അനുഭവങ്ങളും പരിചയങ്ങളൊക്കെ ശരിയാണ്. നമുക്ക് 102 സീറ്റാണ് UDFന് കിട്ടിയിരിക്കുന്നത്. 102 സീറ്റുകളിൽ അപാരമായ ഭൂരിപക്ഷമുണ്ട്. അത് ജനങ്ങൾ നമ്മളിൽ അത്രയേറെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ആ വിശ്വാസം നമ്മളെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ വലുത് നമ്മളെ ആശങ്കപ്പെടുത്തുകയാണ് വേണ്ടത്. ഒപ്പം നമ്മളെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരാൾക്ക് വേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭയങ്കര പോലൊരു സ്ഥലം കിട്ടിയപ്പോൾ തന്നെ മന്ത്രിയാവും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചതായിരുന്നില്ല? UDFന് അധികാരം കിട്ടിയിരുന്നില്ല. ഞാൻ ഇന്നലെ പ്രഖ്യാപിക്കുന്നത് വരെ ഞാൻ ഉറപ്പിച്ചിട്ടില്ല. സജീവമായിട്ട് താങ്കളുടെ പേരുണ്ടായിരുന്നു? ആ പേര് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പാർട്ടി അങ്ങനെ പരിഗണിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊരു ഉറപ്പല്ല. ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും മാറാനിടയുള്ള ഒരു പദവിയാണത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.